ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു, ഹിന്ദു മതവിശ്വാസി. അതുകൊണ്ട് തന്നെ അമ്മ എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിൽ, ഈ സന്നിധിയിൽ നിന്ന് ഇതുപോലെ പറയാൻ പറ്റിയതിനും ഞാൻ അമ്മയോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ മറ്റുള്ളവരുടെ കരുണയിൽ ജീവിച്ചുകൊണ്ടിരുന്നവർ ഒരു സമയമായിട്ട് പോലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ, റൂം എടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ള ഇങ്ങനെ വെറുതെ നിലങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്താ ആര് തന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റൂം എടുത്ത് താമസിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നു. അതുപോലും ഇല്ലാത്ത ഒരുപാട് പേര് മാസങ്ങൾ കൊണ്ട് അവിടെ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ കഥകൾ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതിലൊരു വീതം ആഹാരം ഒരു നേരത്തേക്കാണെങ്കിലും മേടിച്ച് കഴിക്കണം, കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ളൊരു അവസരം കണ്ടെത്തുമായിരുന്നു. പിന്നെ പത്രം, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഞങ്ങളുടെ കുടുംബശ്രീയിലുള്ള ഒരു ചേച്ചിയാണ് എനിക്ക് ആദ്യമേ കൊണ്ട് ഈ പത്രം കൊണ്ട് തരുന്നത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹിന്ദു മതവിശ്വാസി ആയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ പത്രം കൈകൊണ്ട് മേടിച്ചില്ല. എനിക്ക് വേണ്ട, ഇതെന്ത് ചെയ്യാനാണ് ഞാൻ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു. എന്നോട് വായിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കണ്ട, നിങ്ങൾ തന്നെ മേടിച്ചോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് നിരസിച്ചു. അമ്മയുടെ അത്ഭുതം എന്ന് പറയട്ടെ, കഴിഞ്ഞ 3 തവണയായിട്ട് ആ പത്രം എല്ലാ വീടുകളിലും കൊണ്ടുപോയി ഞാൻ തന്നെ കൊടുത്ത് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെയും കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും ഓരോരുത്തരോട് പോയി അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് അമ്മ എന്നെ എത്തിച്ചു. ഞാൻ അമ്മയോട് അതിന് നന്ദി പറയുന്നു. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല. അമ്മയ്ക്ക് ആര് പ്രാർത്ഥിച്ചാലും അമ്മ സാധിച്ചു തരും. എല്ലാവരുടെയും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണത്. ഇവിടെ നിന്ന് ഇത് പറയാൻ സാധിച്ചതിൽ, ഈ പ്രത്യക്ഷത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിൽ ഞാൻ അമ്മ മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയുടെ ദാസിയായി കഴിഞ്ഞോളാമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട്